പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12-ാം മാസത്തിന്റെ 17-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ഈ പ്രഭാതവും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പലപ്പോഴും സാധാരണ ലോകമനുഷ്യരുടെ ധനസ്ഥിതിയും സാമൂഹ്യ ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും സംഘടനാ ശക്തിയും കായിക ബലവും മറ്റും കണ്ടു രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ പലരും ഭയപ്പെടുകയും അവരുടെ മുമ്പിൽ നിൽക്കുവാൻ ത്രാണിയില്ലാത്തവരായും തീരാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവജനം നിമിത്തം ലോകം ഭയപ്പെടുമെന്ന് തന്നെയാണ്. ദൈവം കൂടെയുള്ള ജനത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും പദവികളും ലോകജാതികളിൽ ഭയമുളവാക്കുകയും അവർ നമ്മുടെ നിമിത്തം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരികയും ചെയ്യുമെന്ന് തിരുവചനം വ്യക്തമാക്കും. 67-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു: ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവകൃപ പ്രാപിച്ച ജനത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, അവരുടെ നന്മയിൽ ഉണ്ടായ വർധനവ്, ദൈവം അവരെ നടത്തുന്ന വിധങ്ങൾ, ശരിയായ ആരാധനയാൽ ലഭിക്കുന്ന സന്തോഷങ്ങൾ മുതലായ കാരണങ്ങളാൽ ജാതികൾ ദൈവത്തെ ഭയപ്പെടുമെന്നാണ് നമുക്ക് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു ദൈവവൈതൽ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിന് വരുന്ന മാറ്റവും അവൻ്റെ ആരാധനയും സന്തോഷവും പലർക്കും അത്ഭുതം തോന്നുകയും ചെയ്യും. ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടുകയില്ല എന്ന് കരുതിയവരുടെ മുമ്പിൽ അവൻ്റെ ഉയർച്ചയും വളർച്ചയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും അവർ ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കുകയും ചെയ്യും. ജീവിതം തകർന്ന് തരിപ്പണമായി പലരും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത വ്യക്തികളെ ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് മാറ്റിയെടുക്കുന്നത്. ദൈവത്തെ സേവിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരിൽ ദൈവിക ജ്ഞാനം കവിഞ്ഞൊഴുകുകയും ലോകം അത് കണ്ട് ആ വ്യക്തിയെയും അവൻ്റെ ദൈവത്തെയും ഭയപ്പെടുവാനിടയാകും. വൃദ്ധ ദമ്പതിമാരായ സഖരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതിന് മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ അവിടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഭയമുണ്ടായി. ആമേൻ, ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം സ്നേഹിക്കുകയും യാക്കോബ് ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുകയും ആമേൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ബേഥേലിലേക്ക് അവൻ പോകുവാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ ശത്രുക്കളെല്ലാം അവൻ ഭയപ്പെടുവാനിടയായി. ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചിരുന്ന പലരും ലോക മനുഷ്യരെ പോലെ മ്ലേച്ഛതകളിലും പാപത്തിൻ്റെ കുഴികളിലും വീണ് നാൾക്കുനാൾ ദൈവസന്നിധിയിൽ നിന്നും പ്രാപിച്ച അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകജനവും ഇക്കാരണത്താൽ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല, ദൈവത്തെ ആരാധിക്കുന്നതുമില്ല. അനേക ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരുടെ മ്ലേച്ഛത ലോകം കണ്ടിട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ പോലും ഇന്ന് പലരും തയ്യാറല്ല. മനുഷ്യവർഗത്തിലേക്ക് പാപം പ്രവേശിക്കാൻ കാരണമായ ആദ്യ പ്രവൃത്തി ഹവ്വയുടെ വാക്കുകളായിരുന്നു. മനുഷ്യന്റെ വാക്കുകൾ നിമിത്തം എത്രയോ ദുരന്തങ്ങൾ ഇന്ന് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ സംസാര നിമിത്തം അല്ലെങ്കിൽ വാക്ക് നിമിത്തം ഉണ്ടാകുന്ന വിപത്തുകൾ എത്ര വിധത്തിലാണ്. പല നല്ല ഗുണങ്ങളുമുള്ള അനേക മനുഷ്യർ ലോകത്തിലുണ്ട്. ഇസ്രായേലിനെ നേരിട്ട അനർത്ഥങ്ങളുടെ കാരണങ്ങൾ
വിവരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, അവർ ദൈവവചനം പ്രമാണിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരുന്നില്ല എന്നതാണ്. വചന കൃത്യതയോടെ പ്രമാണിക്കാതെ ദൈവത്തോട് കപടം കാണിച്ചത് കൊണ്ട് ആ ജനം പിന്നെയും ഘട്ടത്തിലായി. അത് നിമിത്തം അവർ അധോഗതി പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയ ദൈവവൈതലേ, നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ നാം ആത്മാർത്ഥതയോടെ ആയിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ആത്മാർത്ഥതയും നാം വിശ്വസ്തരും ആയിരിക്കുമ്പോൾ അവൻ ഇന്ന് പ്രഭാതത്തിൽ അവൻ തൻ്റെ ഭക്തനോട് അരുളിയ അതേ വാഗ്ദത്തം നമ്മോടും അരുളുവാനിടയാകും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. സ്തോത്രം. നമ്മെ ഒരു അനുഗ്രഹമാക്കുവാൻ, നമ്മുടെ പേർ വലുതാക്കുവാൻ, വലിയൊരു ജാതിയാക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതം അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വിശ്വസ്തരായി, വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയോടുകൂടെ നിൽപ്പാൻ അവൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായും ദൈവം നമ്മെ വലിയൊരു ജാതിയാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന, ആമേൻ, വിശുദ്ധിയോടെ ആരാധിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം വലിയൊരു ജാതി ആക്കുക തന്നെ ചെയ്യും. വളഞ്ഞ വഴി ആമേൻ നോക്കിയാൽ, വളഞ്ഞ വഴിയെ പോയാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവർ നാശത്തിലേക്ക് വീഴുവാനിടയാകും. അവർ നശിച്ചു പോകും. അതിന് ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ഉത്തരവാദി അല്ല. നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ അവൻ അനുസരണക്കേട് നിമിത്തം നാം ദൈവത്തിൽ നിന്നും അകലുകയാണെങ്കിൽ അതിന് അവൻ സ്തോത്രം ഹല്ലേലൂയ സഭയോ അവൻ ദൈവദാസന്മാരോ ദൈവത്തിൻ്റെ ആത്മാവോ ദൈവകൃപകളോ യാതൊരു അവൻ ഉത്തരവാദിത്വം ഇല്ല. അതെല്ലാം സ്തോത്രം നമ്മുടെ കുറവുകൾ തന്നെയായിരിക്കും. ആകയാൽ അവൻ ബലഹീനതകൾ വെടിഞ്ഞ് അവൻ ദൈവസന്നിധി അവൻ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അവൻ നമ്മെ ഒരു വലിയ ജാതിയാക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ പേര് വലുതാക്കുന്ന അവൻ ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്താം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. നാഥാ, ഈ പ്രഭാതം കർത്താവേ ആമേൻ സ്തോത്രം കേട്ട തിരുവചനത്തിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതം ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. കർത്താവേ ആമേ ഒരു അനുഗ്രഹമായി തീരണം. നിന്റെ ജനം ഒരു അത്ഭുതമായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.